നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം. മന്ത്രി എം.ബി. രാജേഷിനെ ബൈപ്പാസ് ചെയ്ത് നടപ്പിലാക്കിയ ബാറുകളുടെ സമയവർധന സംബന്ധിച്ച തീരുമാനം CPM സംസ്ഥാന കമ്മിറ്റിയിലും ചർച്ച ചെയ്തില്ല. CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ വിവരം അറിയുന്നത് പത്രങ്ങളിൽ കൂടിയാണ്. തീരുമാനത്തിൽ അമർഷമുണ്ടെങ്കിലും മന്ത്രിയും ഘടകകക്ഷി നേതാക്കളും പരസ്യ പ്രതികരണം നടത്തില്ല. പകരം തീരുമാനം ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് നീക്കം. ബാർ സമയത്തിനെതിരെ കേസെടുക്കുവാൻ പൊതുപ്രവർത്തകരെ തേടുകയാണ് ഘടകകക്ഷികൾ. ബാർ ഉടമകളുടെ ദീർഘകാലത്തെ ആവശ്യം സർക്കാർ സാധിച്ചു കൊടുക്കുകയായിരുന്നു. ടൂറിസത്തിന്റെ പേരിലാണ് ബാർ ഉടമകളുടെ ആവശ്യം സാധ്യമാക്കിയത്. ധാരാളം പരിണിത ഫലങ്ങൾ ഉണ്ടാകുന്ന തീരുമാനത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസുമാണ് എന്ന് എക്സൈസ് വകുപ്പിന്റെ ഉന്നതങ്ങളിൽ ശ്രുതി പരക്കുന്നു. 2025 സെപ്റ്റംബറിൽ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ നൽകിയ അപേക്ഷയാണ് മുഖ്യമന്ത്രിയുടെ അനുമതിയോടെ അംഗീകരിച്ച് നികുതി വകുപ്പ് വിജ്ഞാപനം ഇറക്കിയത്. ബാറുകളുടെ സമയം കൂട്ടിയ വിവരം എക്സൈസ് മന്ത്രി അറിഞ്ഞില്ലെന്നതാണ് രസകരമായ വസ്തുത. നികുതി വകുപ്പിന്റെ മന്ത്രി ധനമന്ത്രി KN ബാലഗോപാലാണ്. അദ്ദേഹവും ഈ വിവരം അറിഞ്ഞ മട്ടില്ല. 50,000 രൂപ പ്രത്യേക ഫീസ് ഈടാക്കി മദ്യം വിളമ്പാൻ ബാറുകൾക്ക് കഴിഞ്ഞ മദ്യനയത്തിൽ സർക്കാർ അനുമതി നൽകിയിരുന്നു. അടുത്ത മദ്യനയം ഇറക്കേണ്ടത് പുതിയ സർക്കാരാണ്. മദ്യനയത്തിന് മുമ്പേ ബാറുകൾക്ക് സർക്കാർ ഇളവ് പ്രഖ്യാപിച്ച ചട്ടലംഘനമാണ് എന്ന് മനസ്സിലാകുന്നു. ഇതുവരെ വിജ്ഞാപനം ചെയ്യപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ മാത്രമായിരുന്നു ബാറുകൾക്ക് 100 മുതൽ 12 എന്ന സമയം അനുവദിച്ചിരിക്കുന്നത്. വിദേശ മദ്യ ചട്ടത്തിൽ വരുത്തിയ ഭേദഗതിയോടെ ഇത് എല്ലാ ബാറുകൾക്കും ബാധകമാക്കി. പുതിയ പരിഷ്കാരം അനുസരിച്ച് 5 സ്റ്റാർ ബാറുകൾ അധികം പണമടച്ചാൽ പുലർച്ചെ 3-ന് അടച്ചാൽ മതി. വിവാഹ സർക്കാരും അതുപോലെ തന്നെ കോൺഫറൻസ്, ടൂറിസം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് ഇതെന്നാണ് വിവരം. എന്നാൽ പിറ്റേ ദിവസം ഡ്രൈ ഡേ ആണെങ്കിൽ തലേന്ന് രാത്രി 12 തന്നെ അടയ്ക്കണം എന്നാണ് ചട്ടം. 2025 സെപ്റ്റംബറിൽ തന്നെ ബാറുകാരുടെ അപേക്ഷയിൽ തീരുമാനമെടുക്കാൻ നികുതി വകുപ്പ് ഫയൽ തുറന്നിരുന്നു. കഴിഞ്ഞ പുതുവത്സരത്തിലെ തലേന്ന് വിനോദസഞ്ചാരികളുടെ വരവ് കണക്കിലെടുത്ത് എല്ലാ ബാറുകൾക്കും ഡിസംബർ 31-ന് രാത്രി 12 വരെ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയിരുന്നു. സമയം നീട്ടുന്നത് സ്വാഗതം ചെയ്യുമോ ഇല്ലയോ എന്നറിയാനാണ് ഡിസംബർ 31-ന് സർക്കാർ പരീക്ഷണം നടത്തിയത്. ബിവറേജസ് ഔട്ട്ലെറ്റുകൾ രാത്രി 9-ന് അടയ്ക്കുമെന്നും അതിനാൽ തന്നെ അത് കഴിഞ്ഞുള്ള 3 മണിക്കൂറിലെ അധിക കച്ചവടമാണ് ബാറുകൾക്ക് പുതിയ തീരുമാനത്തിലൂടെ ലഭിക്കുക. ബാർ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചതല്ല, ഏകീകരിച്ചതാണ് എന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞത് മനസ്സില്ലാ മനസ്സോടെയാണ്. ടൂറിസം കേന്ദ്രങ്ങളിൽ നേരത്തെ അനുവദിച്ചു തന്ന സമയം മറ്റുള്ളവർക്ക് കൂടി ബാധകമാക്കുകയായിരുന്നു ലക്ഷ്യം. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ബാർ ഫീസ് വാങ്ങി കൂടുതൽ നിയന്ത്രണം അടിച്ചേൽപ്പിക്കുന്നു എന്ന പരാതി കുറേ കാലമായി സർക്കാരിന് മുന്നിലുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു. കർണാടകയിൽ ബാറുകളുടെ പ്രവർത്തന സമയം രാവിലെ 9 മുതൽ രാത്രി 12 വരെയും ബാംഗ്ലൂരിൽ 9 മുതൽ 1 വരെയും ആന്ധ്രയിൽ 10 മുതൽ 12 വരെയുമാണ്. ലൈസൻസ് ഫീസ് കുറവാണ്. കേരളത്തിൽ 35 ലക്ഷം എന്നത് ഏകീകൃത നിരക്കാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതി കേരളത്തിലാണ്. ടൂറിസം കാഴ്ചപ്പാടുകൾ നിന്നുകൊണ്ടുള്ള ഇളവുകളാണ് ബാറുകൾക്ക് നൽകുന്നത്. മീറ്റിംഗുകൾ, കോൺഫറൻസുകൾ എന്നിവ വരുമ്പോൾ പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മദ്യവിതരണത്തിന് ഇളവ് നൽകാൻ തീരുമാനിച്ചിരുന്നു. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് അധിക തുക അടച്ചാൽ പുലർച്ചെ 3 വരെ ബാറുകൾ പ്രവർത്തിപ്പിക്കാം. ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട് കത്തോലിക്ക സഭ പറഞ്ഞത് കേട്ടിട്ടില്ല. സർക്കാർ ഡീലുകൾ ഉണ്ടാവുന്നതുവരെയല്ല, മദ്യവർജിക്കേണ്ടത് കഴിക്കുന്ന ആളുകളാണ്. മദ്യവിരുദ്ധ സമിതികൾ ഊർജിതമായി പ്രവർത്തിക്കണം. ആളുകളെ പിന്തിരിപ്പിക്കുകയും മാനസാന്തരപ്പെടുത്തുകയും ചെയ്യണം. മദ്യപിക്കാൻ പാടില്ല എന്ന് CPI ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. മദ്യവർജനമാണ് സർക്കാർ നയം, നിരോധനമല്ല. മദ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചാൽ മതി. മദ്യ വ്യവസായം ഈ സർക്കാർ കണ്ടുപിടിച്ചതല്ല. മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? മദ്യനിരോധനം തട്ടിപ്പാണെന്നും പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു. നിരോധനം എന്നത് ലോകത്തെവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? ബാർ സമയം കൂട്ടിയത് കേരളത്തിൽ മാത്രമുള്ള പ്രശ്നമെന്ന നിലയ്ക്ക് അവതരിപ്പിക്കുന്നത് ശരിയല്ല. ബാർ സമയം നീട്ടിയതിനെ ഈ സ്വകാര്യ സംഭാഷണങ്ങൾ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട്. ബാർ സമയം കൂട്ടാൻ ഫയൽ തിടുക്കത്തിൽ ഒപ്പിട്ടുവെന്ന ആരോപണം ശരിയല്ല. വളരെ സാവധാനമാണ് ഫയൽ നീങ്ങിയത്. അല്ലെങ്കിൽ ഒക്ടോബറിൽ തന്നെ തീരുമാനം ഉണ്ടാകുമായിരുന്നു. പ്രതിപക്ഷത്തിന് ഇത് അറിയാമായിരുന്നു. അനുകൂല നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചതെന്നും മന്ത്രി പറയുന്നു. 2025 ജനുവരി 31-ലെ കണക്കനുസരിച്ച് 847 ബാർ ലൈസൻസുകളാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. 289 ബഫ്കോ ഔട്ട്ലെറ്റുകൾക്ക് പുറമെയാണ് ഇത്. നേരത്തെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിലാണ് മദ്യനയത്തിൽ മാറ്റമുണ്ടാകാൻ തീരുമാനമായത്. എക്സൈസ് മന്ത്രി ഇതിൽ നിന്നും ബുദ്ധിപൂർവ്വം ഒഴിഞ്ഞു നിന്നു എന്നാണ് വിവരം. റിയാസിനോട് എന്തു വേണമെങ്കിലും ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടാണ് രാജേഷ് മാറി നിന്നത്. മുൻ എക്സൈസ് മന്ത്രി PK ഗുരുദാസിനെ പോലെ തന്റെ കൈകൾ എന്നും ശുദ്ധമായിരിക്കണമെന്ന വാശി രാജേഷിന് ഉണ്ടായിരുന്നു. എന്നാൽ ഗുരുദാസിനെ പോലെ രാജേഷ് അഴിമതിക്ക് തടസ്സം നിന്നില്ല.
അഴിമതി നടന്നാലും ഇല്ലെങ്കിലും തനിക്കൊന്നും സംഭവിക്കരുതെന്ന കരുതൽ മാത്രമാണ് എക്സൈസ് മന്ത്രിക്ക് ഉണ്ടായിരുന്നത്. ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പിനെ പോലെ മുഖ്യമന്ത്രി നേരിട്ടാണ് എക്സൈസ് വകുപ്പ് ഭരിച്ചിരുന്നത്. എക്സൈസ് വകുപ്പിന്റെ ഫയലുകൾ മുൻ എക്സൈസ് മന്ത്രിയായ പാർട്ടി സെക്രട്ടറിയെ പോലും കാണിക്കാറുണ്ടായിരുന്നില്ല. എക്സൈസ് വകുപ്പിലെ നയപരമായ എല്ലാ തീരുമാനങ്ങളും അടുത്തിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എക്സൈസ് ഫയലുകൾ ടൂറിസം വകുപ്പിലേക്ക് ചെല്ലുന്ന പതിവും അടുത്ത കാലത്തായി ആരംഭിച്ചിരുന്നു. ടൂറിസവും എക്സൈസുമായി ബന്ധമുണ്ട് എന്ന കണ്ടെത്തലിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ ഫയലുകളുടെ സഞ്ചാരം. അപ്പോഴൊന്നും രാജേഷ് പ്രതികരിച്ചിരുന്നില്ല. കാരണം റിയാസിനെ പിണക്കാനോ മുഖ്യമന്ത്രിയെ അതൃപ്തനാക്കാനോ രാജേഷ് തയ്യാറായിരുന്നില്ല. തന്റെ മന്ത്രി കസേരയ്ക്ക് ഇളക്കം സംഭവിക്കരുത് എന്ന വിശ്വാസം മാത്രമാണ് റിയാസിന് ഉണ്ടായിരുന്നത്. ഈ സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് എല്ലാം റിയാസിന്റെ തലയിൽ ചാരി എക്സൈസ് മന്ത്രി ഊരിയത്. മുഹമ്മദ് റിയാസിന്റെ വകുപ്പിൽ നിന്നാണ് ബാർകോഴയുടെ ഉത്ഭവമെന്ന വിവരം പുറത്തുപോയത് എവിടെ നിന്നാണ് എന്ന് സർക്കാർ അന്വേഷിക്കുന്നത്. ആദ്യ എക്സൈസ് വകുപ്പിൽ മാത്രം കറങ്ങി നിന്ന ബാറുടമ അനുമോന്റെ ശബ്ദരേഖ വളരെ പെട്ടെന്നാണ് റിയാസിന്റെ വകുപ്പിലേക്ക് കടന്നു ചെന്നത്. മുഖ്യമന്ത്രിയെ പോലും അത്ഭുതപ്പെടുത്തി കൊണ്ടാണ് ഇങ്ങനെയൊരു വഴിത്തിരിവ് സംഭവിച്ചത്. അതീവ രഹസ്യമാക്കി വെച്ചിരുന്ന വിവരമാണ് ഇത്തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. റിയാസിനെയും ടൂറിസം വകുപ്പിനെയും വിവാദത്തിൽ ചാടിച്ചതിനെ കുറിച്ച് സർക്കാരിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം നടത്തിയിരുന്നു. ആരോപണം തന്റെ തലയിലാണ് എന്ന് റിയാസ് മനസ്സിലാക്കി അതാണ് ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാൻ റിയാസ് ശ്രമിച്ചത്. മദ്യനയം പോലെ ഒരു വിഷയത്തിൽ ഉദ്യോഗസ്ഥർ യോഗം വിളിച്ചത് തങ്ങൾ അറിഞ്ഞില്ല എന്ന മന്ത്രിമാരുടെ വാക്കുകൾ വിശ്വസിക്കാൻ തക്ക മണ്ടന്മാരല്ല മലയാളികൾ. പോരാത്തതിന് ടൂറിസം ഡയറക്ടർ IAS ഓഫീസറായ PB നൂഹ് മന്ത്രി റിയാസിന്റെ വിശ്വസ്തനാണ്. ടൂറിസം ഡയറക്ടർ എന്നത് IASകാർക്കിടയിലെ ഗ്ലാമർ പോസ്റ്റാണ്. ടൂറിസ്റ്റ് ഡയറക്ടർ എന്ത് യോഗം വിളിച്ചാലും അത് മന്ത്രിയുടെ തീരുമാനപ്രകാരമായിരിക്കും. കഴിവുകെട്ട മന്ത്രിയല്ല റിയാസ്. ഉദ്യോഗസ്ഥർക്ക് തോന്നിയ മട്ടിൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ ഭരണം നടത്താനാവില്ല. വി ശിവൻകുട്ടിയുടെ കാര്യമാണെങ്കിൽ റിയാസ് പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. മുട്ടുവിറച്ചുകൊണ്ടാണ് സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ റിയാസിന് മുമ്പിൽ നിൽക്കുന്നത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനാണ്. റിയാസിന്റെ വകുപ്പിൽ ജോലി കിട്ടാൻ IASകാർ തമ്മിൽ മത്സരവുമുണ്ട്. അന്നത്തെ ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ടൂറിസം ഡയറക്ടർ യോഗം വിളിച്ചത്. വിശദാംശങ്ങൾ തന്നെ അറിയിക്കണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. ഈ യോഗത്തിന് പിന്നാലെയാണ് ബാർ ഉടമകൾ യോഗം ചേർന്നത്. മദ്യനയത്തിൽ ഇളവിന് വേണ്ടിയുള്ള ധനസമാഹരണത്തിന് ഈ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. സർക്കാരിന് നൽകാൻ 2.5 ലക്ഷം രൂപയുടെ ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനുമോന്റെ ശബ്ദ സന്ദേശം വാട്സാപ്പിൽ അംഗങ്ങൾക്ക് ലഭിച്ചത് ഈ യോഗത്തിന് ശേഷമാണ്. ചീഫ് സെക്രട്ടറി ഒരു യോഗം നടത്താൻ ടൂറിസം ഡയറക്ടറോട് ആവശ്യപ്പെടുമ്പോൾ അത് മുഖ്യമന്ത്രിയും അറിഞ്ഞിരിക്കും, വകുപ്പ് മന്ത്രിയും അറിഞ്ഞിരിക്കും. എന്നാൽ ഈ യോഗം വിളിക്കുന്നതിനുള്ള രേഖാമൂലമായ യാതൊരു അനുവാദവും മന്ത്രി റിയാസ് ടൂറിസം ഡയറക്ടർക്ക് നൽകിയിരുന്നില്ല. അത് മന്ത്രിയുടെ മനഃപൂർവ്വമായ ഒരു കളിയായിരുന്നു. നാളെ ആരോപണമുണ്ടായാൽ അത് തന്റെ തലയിൽ വരരുത് എന്ന ഉത്തമ വിശ്വാസം മന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും എക്സൈസ് മന്ത്രിയായ MP രാജേഷ് ഒരു ഫയലിലും ഒപ്പിട്ടിട്ടില്ല. കാര്യങ്ങളൊന്നും അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നടിച്ചു. ഈ തീരുമാനമാണ് ഇപ്പോൾ നടപ്പായത്. ബാർകോഴ ആരോപണം ഒതുക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നു. അനുമോൻ തന്റെ ശബ്ദ സന്ദേശം നിഷേധിച്ചതോടെ കേസിലെ മർമ്മപ്രധാനമായ ഭാഗം ഇല്ലാതെയായി. അനുമോന്റെ പേരിൽ പോലീസ് കേസ് ചെയ്തു. തൽക്കാലം ഒരു കേസെടുത്ത ശേഷം സർക്കാർ തന്നെ ഊരിക്കൊടുത്തു. അനുമോന്റെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു പരാതിയുമില്ല. സർക്കാരിന് നൽകാൻ വേണ്ടിയാണ് അനുമോൻ പണം പിരിച്ചത്. നാളെയും ഇത്തരത്തിൽ പണം പിരിക്കേണ്ടി വരും. അനുമോന് വേണമെങ്കിൽ 2 ബാർ ലൈസൻസ് കൂടി സർക്കാർ അനുവദിച്ചിരുന്നിരിക്കാം. CPMന്റെ വിശ്വസ്തനായ സുനിൽകുമാർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്തോളം CPMന് യാതൊരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. UDF സർക്കാരിൽ KM മാണി ബാർകോഴ കേസിൽ പ്രതിയായപ്പോൾ അദ്ദേഹത്തിന് വീഴ്ച സംഭവിക്കാൻ കാരണം കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോരായിരുന്നു. കോൺഗ്രസുകാർ ഒന്നടങ്കം അന്നത്തെ ധനമന്ത്രിയെ ഇല്ലാതാക്കാനുള്ള പടപ്പുറപ്പാടായിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതല്ല. CPM പരസ്യമായി റിയാസിനൊപ്പമാണ് നിൽക്കുന്നത്. രഹസ്യമായി റിയാസിന് പണി കൊടുത്താൽ തന്നെ അത് കേൾക്കണമെന്നില്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്തോളം റിയാസിന് യാതൊന്നും സംഭവിക്കില്ല. പിണറായിയുടെ കാലം കഴിയുമ്പോഴായിരിക്കും റിയാസിന് പണി കിട്ടുക. ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ വകുപ്പ് ഡയറക്ടർ പങ്കെടുത്തിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി KTDC മാനേജിംഗ് ഡയറക്ടർ ശിഖ സുരേന്ദ്രനാണ് പങ്കെടുത്തത്. ടൂറിസം ഡയറക്ടർ പങ്കെടുക്കാനിരിക്കുന്നതും ദുരൂഹതയാണ്. ടൂറിസം മേഖലയിലെ സംഘടനാ പ്രതിനിധികളും ഉൾപ്പെടെ 18 പേരാണ് ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തത്. 1-ാം തീയതി മദ്യവിൽപ്പന ഇല്ലാതായതിനാൽ തന്നെ ബിസിനസ് നഷ്ടമാവുകയാണ് എന്ന് ഭൂരിഭാഗം പരാതിപ്പെട്ടു. ബാർ പ്രവർത്തന സമയം നീട്ടണമെന്നും ആവശ്യമുയർത്തി. ഇതേക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കാം എന്നായിരുന്നു MDയുടെ പ്രഖ്യാപനം. ബാർ ഉടമകൾ നൽകിയ നിവേദനങ്ങളും അവർ സ്വീകരിച്ചു.
വിശദീകരിച്ചു. ഇൻഫർമേഷൻ ഓഫീസറാണ് ഈ യോഗത്തിൽ പങ്കെടുക്കാനുള്ളവരെ ക്ഷണിച്ചത്. സർക്കാർ നിർദ്ദേശപ്രകാരമാണ് യോഗത്തിന് ക്ഷണിക്കുന്നത് എന്നാണ് അദ്ദേഹം അയച്ചു കൊടുത്തത്. എന്നാൽ സംഭവം വിവാദമായപ്പോൾ ഡയറക്ടറുടെ അസൗകര്യം കാരണം യോഗം ചേർന്നില്ല എന്നാണ് ടൂറിസം അധികൃതർ പറഞ്ഞത്. ബാർ കോഴ കേസിൽ എക്സൈസ് ടൂറിസം മന്ത്രിമാർ പറയുന്നത് പച്ചക്കള്ളമാണെന്നും മദ്യനയവുമായി ബന്ധപ്പെട്ട യോഗം വിളിച്ചതിന് തെളിവുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു.